ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി എൻജിൻ വർക്കായിട്ട് ഏരിയയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻറ്റ് വന്നിട്ടാണ് നമ്മൾ എൻജിൻ സെറ്റ് ചെയ്തത്, എൻജിൻ വർക്കായിട്ട് ചെയ്യണത്. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ പഴയ ക്രാങ്ക് ഷാഫ്റ്റ് ഇതാണ്, ഫുൾ ജാമായി പോയിരുന്നു. അപ്പോൾ നമുക്ക് ക്രാങ്ക്, സിലിണ്ടർ, ക്ലച്ച് ഡിസ്ക് അതിനോടനുബന്ധിച്ചുള്ള ഐറ്റംസൊക്കെ നമ്മൾ മാറ്റിയിട്ട് പുതിയതാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ലെയ്ത്ത് വർക്കായിട്ട് 3 ഐറ്റം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാം ഷാഫ്റ്റ് എടുത്തിട്ടുണ്ട്, കാരണം ക്യാം ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന 2 ബെയറിംഗ് നമുക്ക് മാറ്റേണ്ടി വന്നു. അതേപോലെ തന്നെ ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റിൻ്റെ ഉള്ളിലാണ് റബ്ബർ ബുഷുകൾ ഐറ്റംസ് ഉണ്ട്, അത് ഇച്ചിരി പ്ലേ കാണിച്ചാൽ അതും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഹെഡിൻ്റെ വാൽവ് കൊടുത്തിട്ട് വാൽവും അതിൻ്റെ ഗേഡും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയാണ് നമുക്ക് ലെയ്ത്ത് വർക്കുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഏകദേശം നമുക്ക് 2000-2100 അടുത്ത് നമുക്ക് അതിന് മാത്രം കോസ്റ്റ് വന്നിട്ടുണ്ട്. ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങും ക്ലച്ചിൻ്റെ വാൽവും മാറ്റി, വാൽവ് ഗൈഡൊക്കെ മാറ്റി സീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിയത്തെ നമുക്ക് സിലിണ്ടർ കിറ്റൊക്കെ നമ്മൾ മാറ്റിയേക്കണം, സിലിണ്ടർ ക്രാങ്ക് ഷാഫ്റ്റൊക്കെ മാറ്റിയേക്കണം. ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്, 3275 രൂപയാണ് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ റേറ്റ് തന്നെ. സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 3000 രൂപ ഉണ്ട്. അതേപോലെ തന്നെ ഗിയറിൻ്റെ 4th ഗിയറുകൾ കംപ്ലയിൻ്റ് ഉണ്ട്, അതായത് ഒരെണ്ണമാണ് തീരെ മോശമായേക്കണം. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് മാറ്റുമ്പോൾ രണ്ട് ഷാഫ്റ്റിൻ്റെ ബെയറിങ് കൂടി വീലും കൂടിയേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ 4th ഗിയർ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഒരു തേയ്മാനം, ചെറുതല്ല, ആവറേജ് ഒരു നല്ല രീതിയിലുള്ള തേയ്മാനം ഉണ്ട് നമുക്ക്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പിന്നീട് ഒരു അഴിക്കൽ പ്രായോഗികം അല്ലാത്തതുകൊണ്ട് നമ്മൾ കൂട്ടത്തികൾ മാറ്റി പോകേണ്ടത്. ഏകദേശം ഒരു 600-600 ചില രൂപ നമുക്ക് അതിന് അഡീഷണൽ എക്സ്പെൻസ് ആണ്. പിന്നെ അതിൻ്റെ ക്ലച്ച് ഡിസ്ക് ഐറ്റംസ് മാറുന്നുണ്ട്, 710 രൂപ. അതേപോലെ ക്ലച്ച് പ്ലേറ്റ് വരുമ്പോഴത്തേക്ക് 220 രൂപ. ഗിയർ ബോക്സിൻ്റെ ബെയറിങ്ങൾ, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വന്ന നീഡിൽ ബെയറിങ്, ഗ്യാസ്കറ്റ്, ഓയിൽ സീല്, പിന്നെ അതിൻ്റെ എഞ്ചിൻ ഓയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അഴിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആകുമ്പോൾ എന്തെങ്കിലും വിളിക്കാം.